നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, അവർ ഈ ബന്ധം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്നുള്ളൊരു എനർജിയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൂടാതെ തന്നെ അവരെന്താണ് ഈ ബന്ധം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്, നമുക്കൊരു പോസിറ്റീവായിരുന്നു അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ ലക്ഷ്യം വെച്ചതായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് കേട്ടോ നിങ്ങൾ ഈ കേൾക്കുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഫലം ഉണ്ടാകുകയുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇൻഫർമേഷൻസ് എങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ എന്നും നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു വ്യക്തിയോടൊത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് റിലേഷനെ ആണെങ്കിലും ആ ബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരുന്നെങ്കിൽ എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് കറൻറ്റ്ലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ രീതിയിൽ നിങ്ങളുടെ റിലേഷൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നു. ഇന്ന രീതികളിൽ എൻ്റെ ബന്ധത്തിൽ മാറ്റം വന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് എന്നും നന്ദിയുള്ളവളായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ്. അതല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ദേവനെയാണോ ആരാധിക്കുന്നത് ആ ഒരു എനർജിയുടെ നെയിം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അഫർമേഷൻസ് അവസാനിപ്പിക്കുക. നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ, നിങ്ങളുടെ ഒരു ബുക്ക് മേടിച്ചിട്ട് ആ ബുക്കിൽ ഒരു 11 പ്രാവശ്യമെങ്കിലും ഡെയിലി കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ, അങ്ങനെ പറ്റിയില്ലെങ്കിൽ കമൻറ്റിലാണെങ്കിലും നിങ്ങളത് എഴുതാൻ ശ്രമിച്ചാൽ 100% അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 2026 നിങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ വർഷമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മൾ മനസ്സ് വയ്ക്കണം. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതാണ് നമ്മൾക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. തേർഡ് പാർട്ടി എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി വളരെ വ്യക്തമായിട്ട് കാണാനും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. അതേസമയം ആ വ്യക്തി നിങ്ങളിലാണ് കണക്റ്റഡ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങളിൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു, നിങ്ങളിൽ ആ ഒരു വ്യക്തി പൂർണ്ണമായി സംതൃപ്തയാണ് എന്നുള്ളൊരു തോട്ട്സിലൂടെ നിങ്ങൾ കടന്നു പോയാൽ 100% ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത് അത് ഓൾറെഡി മാനിഫെസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിൽ. പ്രപഞ്ചം എപ്പോഴും ഒരു മാനിഫെസ്റ്റേഷൻ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക കേട്ടോ. റൈറ്റ് ഹീലിംഗ് ചെയ്യുക ഏറ്റവും നല്ലൊരു മെഡിറ്റേഷനാണ്, ഒരു മെഡിസിനാണ് റൈറ്റ് ഹീലിംഗ്. നമുക്ക് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയും സ്ട്രെസ് എനർജിയും അതുപോലെ തന്നെ സ്ട്രഗ്ലിങ്ങും ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു ബുക്കും ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ മനസ്സിനകത്ത് ഓവറായിട്ട് തിങ്കിങ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് ഒരാളോട് പറയുന്നത് പോലെയോ അതല്ലെങ്കിൽ ഒരു സ്റ്റോറി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെയോ നിങ്ങളത് എഴുതുക, കത്തിച്ച് കളയുക. നിങ്ങൾ പലവട്ടം ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം വളരെയധികം പ്രോബ്ലംസ് അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുഡായിട്ട് ഏറ്റവും നല്ലൊരു സ്ലീപ്പിംഗ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണരാൻ സാധിക്കും. ഏറ്റവും പവർഫുള്ളായ ഒരു മൈൻഡോട് കൂടി, ഏറ്റവും പവർഫുള്ളായ ഒരു ഹെൽത്തി എനർജിയോട് കൂടി നിങ്ങൾക്ക് ഉണരാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറയുന്നത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കണം. നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുക്കണം. മെഡിസിൻ കഴിച്ചല്ല ഉറങ്ങണ്ടേന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പം നമുക്കിവിടെ നോക്കാം. ജസ്റ്റിസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ജസ്റ്റിസ് തന്നെയാണ് നമുക്ക് കണക്റ്റഡായി വന്നിരിക്കുന്നത്. നീതിയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. അവർ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അവരുടെ ചിന്തകളിൽ പോസിറ്റിവിറ്റി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ തെറ്റുകൾ അവർ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പറ്റിയ അബദ്ധങ്ങളെ അവർ ബാലൻസ് ചെയ്യുന്നു, അവർ മനസ്സിലാക്കുന്നു. ജസ്റ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇപ്പം ഒരു നീതിയുടെ
ഒരു പോയിന്റിൽ, അതായത് പോസിറ്റീവ് ആകുന്ന കാര്യത്തിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളെ തുലനം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് അവരുടെ മനസ്സ് വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ല പോസിറ്റീവായ രീതിയിലെ ചിന്തകളിലൂടെ ഇപ്പോൾ അവർ കടന്നു പോകുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്നൊരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കണക്ട് ചെയ്യുന്നത്. മാത്രവുമല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ പറ്റുന്നു. നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ, ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവാതെ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ, നിങ്ങളെ ഒന്ന് കേൾക്കാൻ തയ്യാറാവാതെ, നിങ്ങളോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാൻ തയ്യാറാവാതെ, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നീതി നിഷേധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ആ ഒരു പേഴ്സൺ അതിന് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പോസിറ്റീവ് സമയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സക്സസ് എനർജിയുടെ, തെറ്റുകൾ തിരുത്തപ്പെടുന്നതിൻ്റെ ഒരു ടൈം പീരീഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ബർഡൻ ഇറക്കി വെക്കേണ്ട സമയമായി എന്നുള്ളൊരവസ്ഥയാണ്. നിങ്ങളൊരു ബർഡൻ ചുമക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നതിനും അപ്പുറമുള്ള ഭാരത്തെയാണ് നിങ്ങളിപ്പോൾ കറൻറ്റിലി കൊണ്ട് നടക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ സമയമാകുന്നുവെന്നും അവരെ സംബന്ധിച്ചും അവർക്കും ഒരു ബർഡനാണ്. അവരൊരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തെങ്കിൽ, നിങ്ങളെ ഒരു കുറ്റവാളി, തെറ്റ് ചെയ്ത വ്യക്തിയാക്കി തീർത്തെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അന്നു മുതൽ അവർക്കതൊരു ബർഡൻ തന്നെയായിരുന്നു, അവർക്കൊരു സമാധാനമില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരാവശ്യമില്ലാത്ത, അവർക്കൊരിക്കലും താങ്ങാൻ വയ്യാത്തൊരു ഭാരം അവർ ചുമന്നുകൊണ്ട് നടക്കുക തന്നെയായിരുന്നു. ആ ഒരു ഭാരം അവർ ഇറക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ്, നീതി നൽകേണ്ട സമയമാകുന്നു എന്നവർ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല അവർ കർമ്മ എനർജിയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഉള്ള ഭയവും അവരെ വല്ലാതെ പിടികൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവരുടെ ആ ഒരു തെറ്റായ ധാരണകൾ മാറി, നിങ്ങളോട് തെറ്റിദ്ധാരണയോ മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി അവരിപ്പോൾ ഒരു പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്, അവരുടെ ലക്ഷ്യങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അവരുടെ ഇപ്പോൾ കറൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ സ്ട്രഗിളിങ് ലൈഫ് തന്നെയാണ്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു, പുതിയ പുതിയ ചില കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നു, പുതിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം. അവരുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനനുസരിച്ച് അവരുടെ ലൈഫിലുള്ള പുതിയ ചില സിറ്റുവേഷൻസുകളിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെ അവസ്ഥകളിലാണെങ്കിലും നിങ്ങളുടെ റിലേഷനിൽ ഒരു തകർച്ച, ഒരു ട്രാജഡി എനർജിയിൽ എത്തിച്ചുവെങ്കിൽ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധമുള്ള ഒരു നഷ്ടം, ഒരു ലോസ് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവരിപ്പോൾ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം എത്രയെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ട് കളഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ട് വർഷങ്ങളായ റിലേഷൻ ഉണ്ടാവാം, കാലങ്ങളായി, ഒരുപാട് നാളുകളായിട്ട്, ഒരു 1 ഇയർ എബോവ് ഒക്കെ കഴിഞ്ഞ കുറേ എനർജിയുടെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തൊന്നും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചിനി ഒന്നുമില്ല എന്ന് ചിന്തിച്ചാലും ഈ വ്യക്തിയുടെ ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും അവരും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അവർക്കും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും പുറത്ത് കടക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. നിങ്ങളെ അവർ വിട്ട് കളഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം എനർജിയിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ, നിങ്ങളുടെ പിന്നാലെ, നിങ്ങളെ തേടി അവർ വരാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ചിലരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധത്തെ ഒരു ഹെൽത്തി എനർജിയിലേക്ക് മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ തെറ്റുകൾക്ക് അവർ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് മാപ്പ് പറയും. നിങ്ങളുടെ മുന്നിൽ അവർ ഒന്നുമല്ല, ഒരു ബിഗ് സീറോ എന്നൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അത് അവരൊരു പക്ഷേ ഇതിനു മുൻപ് അവർക്കത് ഈഗോ എനർജിയുടെ ബേസിൽ പറയാൻ സാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇനി അവരത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഞാൻ നിൻ്റെ മുന്നിൽ ഒന്നുമല്ല, ഞാൻ കാണിച്ചതെല്ലാം നീ എന്നോട് ക്ഷമിക്കൂ എന്ന് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പറഞ്ഞിരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും
ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് നിരാശപ്പെടുന്നുണ്ട് കേട്ടോ. ഫാമിലിപരമാകുന്ന ബന്ധങ്ങളിലേക്കൊക്കെ നോക്കുമ്പം അവർ ചിന്തിക്കുന്നത് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പം ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു വേണ്ടത്, നിങ്ങളോടൊപ്പം തന്നെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുകയായിരുന്നു വേണ്ടത്. അവർ ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും മറ്റു ഭൗതികപരമാകുന്ന മറ്റു പുറമേന്ന് വന്ന പ്രശ്നങ്ങളെയൊക്കെ കണക്ട് ചെയ്തായിരിക്കാം കുറച്ച് ആളുകളുടെ എനർജി നിങ്ങളിൽ നിന്നും വിട്ടുപോയത്. ഫാമിലിപരമാകുന്ന എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ ഇവർ ഒഴിവാക്കിയത് തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു എസ്കേപ്പിംഗ് എനർജി, അതായത് ഒരു പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ടു എന്നുള്ളൊരു എനർജിയിലൂടെ നിങ്ങളെ വിട്ടുകളഞ്ഞ് മറ്റുള്ളവരുടെ പ്രതിസന്ധികൾ വന്നപ്പം നിങ്ങളെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. അത് തെറ്റായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളോട് 100 വട്ടം അവർ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവേണ്ടതായിരുന്നു, അതായിരുന്നു ശരിയെന്നുള്ള ഒരു ഫീലിങ്സ് ഇവരുടെ ഉള്ളിൽ ഇപ്പം ശക്തമായിട്ട് വരുന്നുണ്ട്. ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, അതായത് ഞാൻ എന്ന ഭാവം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തോട്ട്സ് അവരെ നശിപ്പിച്ചതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അവരെ സംബന്ധിച്ച് അവർ മറ്റു സുഖ സൗകര്യങ്ങളിൽ ഫിനാൻഷ്യലി ആവാം, ഇമോഷണലി ആവാം, അതുപോലെ അവരുടെ ചില ലക്ഷ്യങ്ങളെയൊക്കെ അവർ മാത്രം ഫോക്കസ് ചെയ്തു. മറ്റു കൂടെ ഉള്ളവരെ കുറിച്ച് അവർ ചിന്തിക്കാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം എന്തു പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ഒരുമിച്ച് തന്നെ പോകണമായിരുന്നു, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിയാൻ ശ്രമിക്കണമായിരുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതവർ മനസ്സുകൊണ്ട് പറയുക തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. നിസ്സഹായതയാണ് ഇപ്പോൾ അവരിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. കാരണം അവർ കാണിച്ചത് ഒരു എടുത്തുചാട്ടമായിപ്പോയി. നിങ്ങളോട് അവർ ചെയ്തത്, നിങ്ങളൊരു പക്ഷേ അവരെ ഒരുപാട് തടഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുമ്പ് യാചിച്ചിട്ടുണ്ടാവാം. അവരെത്രത്തോളം നിങ്ങളെ അവഗണിക്കുമ്പോഴും നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ അവരുടെ അവഗണനേനെ ഒന്നും ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുന്നിൽ എപ്പോഴും ഒരു പടി താഴ്ന്ന് നിന്ന് ആ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവാം. അവരിൽ ഒരു ഗുണങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒരുപാട് ഗുണങ്ങളുള്ള വ്യക്തിയായിട്ട്, നിങ്ങൾക്ക് വളരെ പ്രഷ്യസായ ഒന്നായി തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാവാം. ഇന്ന് അവരതെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഒരു നിസ്സഹായതേനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ ചീറ്റിംഗ് ചെയ്തുകൊണ്ട് അവർ തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകാൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ അവർ എല്ലാ സന്തോഷങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുകയും അവരുടെ സമയവും അവരുടെ ഇതാകുന്ന എല്ലാ രീതിയിലെ ഹെൽപ്പും തേർഡ് പാർട്ടിയിലേക്ക് നൽകിയതായിട്ടും നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകിയില്ല, നിങ്ങൾക്കിപ്പം ജസ്റ്റിസ് നൽകേണ്ടി വരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകിയില്ല. ഇപ്പം അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഓർക്കുമ്പം നിസ്സഹായതയുടെ ഒരു എനർജിയിൽ നിൽക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഉൾക്കാഴ്ച എന്നൊക്കെ നമുക്ക് പറയാം, തിരിച്ചറിവിൻ്റെ ഒരു ടൈമിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അവരൊരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ അവർ ചീറ്റിംഗ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളോട് ഉള്ളിൽ സ്നേഹമില്ലാതെ വെറുതെ നിങ്ങളെ അവർക്ക് ഉപയോഗമാക്കി, അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ ടൈം നിങ്ങൾക്കൊന്നും അറിയാതെ ഈ ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സമയം വേസ്റ്റാക്കിയ ഒരു എനർജിയൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്കൊരു ഉൾക്കാഴ്ച, ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അതെല്ലാം അവർ തിരുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. അവർ കണ്ണടച്ചിരുന്ന സമയമുണ്ട് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ അവർ വളരെയധികം ഒരു ഈഗോ എനർജിയിലും, അതായത് വളരെ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയോട് കൂടി നിന്ന സിറ്റുവേഷൻസുകളും, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ പോകുക എന്ന് ആ രീതിയിലൊരു പ്രാധാന്യം മാത്രം നിങ്ങൾക്ക് കൽപ്പിച്ചതായിട്ടുള്ളൊരു എനർജിയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ അവർ ചിന്തിക്കുമ്പം ഇമോഷണലി അവർക്ക് കുറ്റബോധം തോന്നുന്നു. അവർ പെയിൻ എനർജിയിൽ സ്തംഭന അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് നല്ല ചീറ്റിംഗ് എനർജി നിങ്ങളോട് ചെയ്തു. കാരണം നിങ്ങൾ ആ വ്യക്തിയിൽ വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആയിരുന്നു.
അവരുടെ കുറവുകൾ മാത്രമല്ല, നിങ്ങൾക്ക് അവരിൽ ഒരു തെറ്റും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ശക്തമായിട്ട് ആ ഒരു വ്യക്തി ചീറ്റിംഗ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയിൽ പോസിറ്റീവ് മാത്രം കണ്ട് അവരിലേക്ക് പൂർണ്ണമായി നിങ്ങളുടെ ഓജസ്സും തേജസ്സും നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റികളെല്ലാം കൊടുത്തിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതെല്ലാം അവർ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരുന്ന സമയങ്ങളാണ് ഈ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഫുൾഫില്ലിങ് എനർജിയോടുകൂടി, ഒരു പൂർണ്ണതയോടുകൂടി നിൽക്കുക തന്നെ ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം, ഈ ഒരു ബന്ധത്തിൽ നിന്നും അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചുറ്റും ട്രാപ്പ് എനർജി ഉണ്ടായിരുന്നു എന്നത് ഒരു പക്ഷേ കറൻറ്റിൽ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം. പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കണ്ട ഒരു സിറ്റുവേഷൻസും നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ പൂർണ്ണമായി സംതൃപ്തമായിരുന്ന സിറ്റുവേഷൻസും അത് നിങ്ങളെ ഇവർക്ക് മിസ്യൂസ് ചെയ്യാൻ, ചീറ്റിംഗ് ചെയ്യാൻ ഉപകാരമായി കണ്ണടച്ച് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് നിലനിന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്താണേലും 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് സമയമെടുത്തുവെങ്കിലും അവരുടെ ആ ഒരു ഈഗോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അവർ ഇമോഷണൽ ബൗണ്ടറി തീർത്ത് നിന്നപ്പം, അവരെല്ലായിടത്തു നിന്നും ഒന്ന് ഉൾവലിഞ്ഞപ്പോഴാണ് അവർക്ക് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതൊക്കെ ഇപ്പം മനസ്സിലായി തുടങ്ങി. തീർച്ചയായിട്ടും അവർ ഒരു പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. എങ്ങനെ തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചിന്തയിലാണിപ്പോൾ അവർ. ബന്ധത്തെ ഒന്ന് പോസിറ്റീവാക്കി എടുക്കുക എന്നൊരു ലക്ഷ്യത്തിൻ്റെ പുറത്ത് വളരെ ശക്തമായിട്ടും ചിന്തിക്കുന്നു. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് ഇനി മുന്നോട്ടേക്ക് ഒരു ബന്ധത്തിൽ എടുക്കേണ്ട ആക്ഷൻ, എങ്ങനെയാണ് ഇതൊരു ഹെൽത്തി റിലേഷൻ അല്ലെങ്കിൽ ഹെൽത്തി സിറ്റുവേഷൻസ് ആക്കി കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ വളരെയധികം ശാന്തമായിട്ട് സമാധാനപരമായിട്ട് ആലോചിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. റീയൂണിയൻ എനർജിയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. പാസ്റ്റിൽ തേർഡ് പാർട്ടിയുമായിട്ട് നല്ല പോലെ അവർ ആഘോഷിച്ചിരുന്നു. ഇന്ന് അത് ബർഡനാണ്. ഇന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചുമക്കാൻ വയ്യാത്തൊരു ഭാരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നതൊരു ബർഡനാണ്. അവരുടെ പാഷൻ, അവരുടെ സ്വപ്നങ്ങളെല്ലാം ശൂന്യമായി പോയി കേട്ടോ. നിങ്ങളോടൊപ്പം നിന്ന സമയത്ത് അവർക്ക് ഊർജ്ജമായിരുന്നു, പോസിറ്റീവായിരുന്നു, അബണ്ടൻസ് ആയിരുന്നു, ഒരുപാട് സക്സസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം തേർഡ് പാർട്ടി എനർജിയിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത് ഒരു ബ്ലോക്കേജ് മാത്രമാണ്, ഒരു ബർഡൻ എനർജിയാണ്. ആ ബർഡൻ ഇറക്കി വെക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസാണ്. മാത്രവുമല്ല, ഒരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം നടപ്പിലാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചൊരു ഇന്നർ കോളിംഗ് ഉണ്ട് കേട്ടോ. എപ്പോഴും അവരുടെ മനസ്സ് നമ്മൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഉൾക്കാഴ്ച, അവർക്കൊരു തിരിച്ചറിവിൻ്റെ സമയമാണ്. നീതി കൊടുക്കേണ്ട സമയമാണ്. നല്ലപോലെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് സിറ്റുവേഷൻസുകളെല്ലാം അനുകൂലമായിട്ട് വരണമെങ്കിൽ അവർ ചെയ്ത കർമ്മഫലം അവരനുഭവിച്ചേ പറ്റൂ. അത് കുറച്ച് നാളൊന്നുമല്ല, ഒരു ദീർഘകാലം അവർക്ക് കർമ്മ ബേസിലൂടെ കടന്നു പോകേണ്ടി വരും. പരീക്ഷണങ്ങളുടെ കാലഘട്ടം തന്നെയാണ് ശരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അവരുടെ മുന്നിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരും, അതിൻ്റെ ഫലം നെഗറ്റീവായി തന്നെ തീരുകയും ചെയ്യും. അതുപോലുള്ള ഒരു സ്ട്രഗിൾ എനർജിയിലൂടെ, ഒരു ചീറ്റിംഗ് എനർജിയിലൂടെ തന്നെയാണ് പ്രകൃതി ഇനി അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് പറയാനുള്ള എനർജിയിലേക്ക് നോക്കുമ്പം അവർ ആ തിരിച്ചറിവിലേക്ക് വരുന്നു. ഒരു ഗാർഡിയൻ എനർജിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലും പ്രൊട്ടക്ഷനും സപ്പോർട്ടും എല്ലാം നൽകാൻ അവർ തയ്യാറാണ് എന്നുകൂടി പറയുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റിംഗ് ചെയ്യുകയാണ്, ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാം മാറി അവരാഗ്രഹിച്ച രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഒരു ചിന്ത കൂടി അവരുടെ ഉള്ളിലുണ്ട്. ഈ ഒരു ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്, അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇമോഷണൽ ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ടാവാം കേട്ടോ. നിങ്ങൾക്ക് മുൻപ് ഏതോ ഒരു എനർജിയിൽ നിന്നും അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് ശക്തമാകുന്നൊരു ചീറ്റിംഗ് എനർജി, ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചിരുന്നു. അവർ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും ഒന്നിലധികം രീതിയിൽ അവർക്ക് ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചു
സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു എനർജിയിൽ നിന്നും അവർ പുറത്ത് കടക്കാൻ, അവർക്കുടെ മനസ്സിനെ അവർക്ക് പൂർണ്ണതയിൽ ഒരു കൺട്രോളിൽ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ റിലേഷനെ അവർ ചൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം, അവർക്കൊരു നീതിയായിരുന്നു നിങ്ങളെന്ന് പറയുന്ന എനർജി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവരെവിടെയോ ഒരു ഫെയിലിയർ സംഭവിച്ചിരുന്നു, ഒരു റോങ് സിറ്റുവേഷൻസിൽ അവർ പെട്ടുപോയിരുന്നു. അവിടെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു അധപ്പതനം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അവർ തകർന്നു പോയ വ്യക്തികളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവർക്കൊരു ജഡ്ജ്മെൻറ്റിങ് ആയിരുന്നു. തീർച്ചയായിട്ടും 2 of Swordsൻ്റെ എനർജിയാണ് ഈ ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. അവരുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ്സ് ആയിരുന്നു കേട്ടോ, പോസിറ്റിവിറ്റി, സക്സസ്, അവരുടെ വിധിയെ മാറ്റി എഴുതാനുള്ള ഒരു പവർ പോയിൻ്റ് ആയിട്ട് തന്നെ നിങ്ങളെ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം കൊണ്ട് അവരൊരു സക്സസ്സിനെയാണ് ആഗ്രഹിച്ചത്. അവരുടെ ലക്ഷ്യങ്ങളിലെത്താനും അവർക്ക് ഇമോഷണൽ ബാലൻസ് ലഭിക്കാനും ഫിസിക്കലി ആണെങ്കിലും അവർക്കൊരു സ്ട്രെങ്ത്, ഒരു സ്ട്രോങ് എനർജിയിലേക്ക് എത്താനും തന്നെയാണ് അവർ ഈ ഒരു റിലേഷനെ ഫോക്കസ് ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി അവർക്ക് സംഭവിച്ചിരുന്നു. ആ ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കുക എന്ന ലക്ഷ്യം ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് അവർ ഉറച്ച ആ ഒരു ബന്ധം കൊണ്ട് അവർ നിങ്ങളുടെ ബന്ധത്തെ അവർ ഉപയോഗിച്ചിരുന്നത്. ശരിക്കും നിങ്ങളോടുള്ള ഒരു സ്നേഹമോ നിങ്ങളെ മുന്നോട്ടേക്കൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടുകൂടി കൊണ്ടുപോകണമെന്നോ ഒന്നും ഈ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി നേരിട്ട് ചില ട്രാജഡികളിൽ നിന്നും, ഒറ്റപ്പെടലിൽ നിന്നും, ഹാർട്ട് ബ്രോക്കണിൽ നിന്നും ഒരു തിരിച്ചുവരവ്, ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്താണ് നിങ്ങളുടെ പ്രസൻസിനെ അവർ ചൂസ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം അവരുടെ ചിന്തകളിൽ മാറ്റം വന്നു തുടങ്ങി. ഇനിയാണ് നിങ്ങളോടുള്ള സ്നേഹവും പ്രസൻസും നിങ്ങളുടെ വാല്യൂവും എല്ലാം അവർ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നിങ്ങളുമായിട്ട് റീയൂണിയൻ സംഭവിച്ചു കഴിയുമ്പം കണക്റ്റഡ് ആവുകയും ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നു. ഇതിനകത്ത് ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് ലോങ് ഡിസ്റ്റൻസ് എനർജി വരാറുണ്ട്. അതായത് എബ്രോഡുള്ള വ്യക്തികളുടെ പ്രസൻസ് എല്ലാ റീഡിങ്സിലും കണക്റ്റഡ് ആവാറുണ്ട് കേട്ടോ.